AKG ഭവനിലേക്ക് ഈ പറഞ്ഞ VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകർ, ABVPയുടെ പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകരൊക്കെ AKG ഭവനിലേക്ക് ഇങ്ങോട്ട് ഇടിച്ചു കയറി കഴിഞ്ഞാൽ അവിടെ ഇതുപോലുള്ള മുദ്രാവാക്യം വിളികളൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. അവിടെ ഇരിക്കുന്ന നേതാക്കന്മാരുടെ കയ്യും കാലും ചിലപ്പോൾ പോകും. ആ RSSകാരന്റെ VHPക്കാരന്റെ ഒക്കെ മുമ്പിലേക്ക് ഈ 5, 10, 15 ഒക്കെ ഉള്ള പാവപ്പെട്ട CPM-കാരൻ ചെന്ന് പെട്ടാലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു യാഥാർത്ഥ്യ ബോധം CPM-കാരന്റെ തലയ്ക്കകത്ത് ഉദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ഇയാൾക്കെതിരെ നാളെ കേന്ദ്ര ഗവൺമെന്റ് ഗവർണറെ ഇങ്ങനെയൊക്കെ വിളിച്ചു അപകീർത്തിപ്പെടുത്തി ഇത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞ് UAPA ചുമത്തിയാൽ എങ്ങനെ ഇരിക്കും? UAPA ചുമത്തിയാൽ ഇവൻ പിന്നെ സൂര്യപ്രകാശം കാണില്ല പുറത്തേക്ക്. PM ഷോ അത് PM ഷോയ്ക്ക് നല്ലപോലെ അറിയാം. നമസ്കാരം. ഗവർണർക്ക് നേരെ അശ്ലീല പരാമർശങ്ങൾ ഉന്നയിച്ച SFI സംസ്ഥാന സെക്രട്ടറി ജയിലിലേക്ക് എന്നതിന്റെ സൂചനകൾ പുറത്ത്. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറെ തെമ്മാടി എന്നും കക്കൂസ് കഴുകുന്നവൻ എന്നുമൊക്കെ വിളിച്ചാക്ഷേപിച്ച ആർഷോയുടെ നാവിന്റെ നീളം വെട്ടിക്കുറയ്ക്കാനായി കേന്ദ്ര ഇടപെടൽ ഉണ്ടായി എന്നാണ് അറിയാനാവുന്നത്. ഗവർണർ രാജാവും സർവകലാശാല രാജപദവിക്ക് കീഴിലുള്ള സ്ഥലവും അല്ല എന്ന് പറഞ്ഞ ആർഷോയുടെ വിപ്ലവം മുഴുവൻ ആറി തണുപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി VS അച്യുതാനന്ദന്റെ മുൻ സെക്രട്ടറി KM ഷാജഹാൻ രംഗത്തെത്തുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അതായത് ഈ കഴിഞ്ഞ 2 ദിവസം SFIയുടെ പ്രകോപനം എന്തായിരുന്നു നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM ഷോയുടെ നേതൃത്വത്തിൽ വളരെ അഗ്രസീവായിട്ടും പ്രൊവോക്കേറ്റീവായിട്ടും ബില്ലിജറന്റുമായിട്ടല്ലേ SFIക്കാരൻ കോഴിക്കോട് നിന്നിരുന്നത്. എങ്ങനെയൊക്കെയാണ് ഗവർണറെ അഭിസംബോധന ചെയ്ത് നമ്മൾ കണ്ടില്ല. തെമ്മാടി എന്ന് വിളിച്ചു, കക്കൂസ് കഴുകുന്നു എന്നുള്ള നിലയിൽ പറഞ്ഞു, ഹാൻസും പാൻപരാഗും ഉപയോഗം എന്ന് വരെ പറഞ്ഞില്ലേ. ഹാൻസ് പാൻപരാഗ് ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ 72 വയസ്സുള്ള ഈ വന്ധ്യ വയോധികൻ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കിറുകിയിരിക്കുകയാണെന്നുള്ളതല്ലായിരുന്നു അതിൻ്റെ അർത്ഥം. അപ്പൊ ആ നിലയിൽ വളരെ അഗ്രസീവും വളരെ പ്രകോപനപരമായി നിന്ന SFI എന്ന് പറഞ്ഞ ഈ സംവിധാനം പൊടുന്നനെ വാലും ചുരുട്ടി തുണിയും പറിച്ച് ഓടി എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇന്നിപ്പം ഷംസീറിന്റെ പ്രസ്താവനയും അതുപോലെ തന്നെ CPM എടുത്തിട്ടുള്ളതായി നമ്മൾ അറിയുന്ന കാര്യങ്ങളും. എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യം? എന്താ ഇതിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഇത്രയും പ്രകോപനപരമായിട്ട് SFIക്കാരൻ നിൽക്കുകയാണല്ലോ, തെമ്മാടി മറ്റേത് മറിച്ചതും ചീത്ത വിളിച്ച് നിൽക്കുകയാണല്ലോ. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് പകരമായി വടക്കേ ഇന്ത്യയിൽ BJPക്കാരനും RSSകാരനും എല്ലാം കൂടെ മറ്റേ എന്താണ് മറ്റേ ഈ ഹിന്ദു സംഘടനകളുണ്ടല്ലോ, പല സംഘടനകളുണ്ടല്ലോ, അതിൻ്റെ കൃത്യം പേരെനിക്ക് ഓർമ്മയില്ല. അവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന CPM-കാരൻ്റെ ആഫീസിലേക്കൊക്കെ ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്നാലുണ്ടാകുന്ന അവസ്ഥ എന്താ എന്നാലോചിച്ച് നോക്കി. AKG ഭവനിലേക്ക് ഈ പറഞ്ഞ VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകർ, ABVPയുടെ പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകരൊക്കെ AKG ഭവനിലേക്ക് ഇങ്ങോട്ട് ഇടിച്ചു കയറി കഴിഞ്ഞാൽ അവിടെ ഇതുപോലുള്ള മുദ്രാവാക്യം വിളികളൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. അവിടെ ഇരിക്കുന്ന നേതാക്കന്മാരുടെ കയ്യും കാലും ചിലപ്പോൾ പോകും. ചിലപ്പോൾ സീതാറാം യെച്ചൂരിയൊക്കെ കയ്യും കാലും പോയി അവിടെ കിടന്ന് എഴയേണ്ടി വരും. അവിടെ BJP ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു നടപടിമാർക്ക് അനുകൂലമായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും CPM-കാരനുണ്ട്. ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ആയിട്ട്, കുഞ്ഞു പാർട്ടികളൊക്കെ ആയിട്ട് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും CPM-കാരനുണ്ട്. ആ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് BJP-ആണ്. അവിടെയെല്ലാം അഗ്രസീവായിട്ടുള്ള RSSകാരും VHPക്കാരും ഒക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ ഇതിന് തിരിച്ചൊരു പ്രത്യാഘാതം ഉണ്ടായാലുണ്ടല്ലോ, അവിടുത്തെ CPM-കാരൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. കാരണം അവിടെയൊക്കെ 5, 10, 15, 25 ഒക്കെ CPM-കാരുള്ളൂ. അവിടെ ലക്ഷക്കണക്കിനുള്ളത് RSSകാരനും VHPക്കാരനും ഒക്കെയാണ്. ആ RSSകാരൻ്റെ VHPക്കാരൻ്റെ ഒക്കെ മുമ്പിലേക്ക് ഈ 5, 10, 15 ഒക്കെ ഉള്ള പാവപ്പെട്ട CPM-കാരൻ ചെന്ന് പെട്ടാലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു യാഥാർത്ഥ്യ ബോധം CPM-കാരൻ്റെ തലയ്ക്കകത്ത് ഉദിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, പിണറായി വിജയനെതിരെ ഒരുപാട് തുറപ്പിച്ചിട്ടിരിക്കുകയാണ് BJPക്കാരൻ്റെ. അതിനകത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ UDF-കാരന് ഗുണം വരുമോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് BJPക്കാരൻ അത് ഉപയോഗിക്കാത്തത്. ലാവ്ലിംഗ് കേസ് അവൻ്റെ കയ്യിലിരിക്കുകയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവൻ്റെ കയ്യിലിരിക്കുകയാണ്, ഡോളർ കള്ളക്കടത്ത് കേസ് അവൻ്റെ കയ്യിലിരിക്കുകയാണ്, മാസപ്പടി കേസ് അവൻ്റെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ പിണറായി വിജയനെതിരായിട്ട് BJPക്കാരൻ്റെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഫയൽ BJPക്കാരനൊന്ന് തുറന്നാൽ പിണറായി വിജയന്റെ സ്ഥിതി അധോഗതിയാകും എന്നുള്ളത് ഏറ്റവും നല്ലപോലെ അറിയാവുന്നത് പിണറായി വിജയനാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ, ഈ PM ഷോ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഈ PM ഷോ എന്ന് പറഞ്ഞവനെതിരെ 42 കേസുണ്ട്. അതിൽ കൊലക്കേസ് വരെ ഉണ്ട്. ആ കൊലക്കേസ് വരെ ഉള്ള പ്രതിയായിട്ടുള്ള PM ഷോ
ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ തെമ്മാടി, പട്ടി, ചെറ്റ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ നിവേദനം പോയാലുണ്ടല്ലോ, ഒരു പരാതി പോയാൽ ജാമ്യം റദ്ദാക്കിയവനകത്തായി പോവും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സേവ് കേരള ഫോറം ആ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിനെ കുറിച്ചിട്ട് ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ഇയാൾക്കെതിരെ നാളെ കേന്ദ്ര ഗവൺമെന്റ് ഗവർണറെ ഇങ്ങനെയൊക്കെ വിളിച്ചു അപകീർത്തിപ്പെടുത്തി ഇത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞ് UAPA ചുമത്തിയാൽ എങ്ങനെ ഇരിക്കും? UAPA ചുമത്തിയാൽ ഇവൻ പിന്നെ സൂര്യപ്രകാശം കാണില്ല പുറത്തേക്ക്. PM ഷോ അത് PM ഷോയ്ക്ക് നല്ലപോലെ അറിയാം. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. 2017 ഹൈക്കോടതിയിൽ PB സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ജഡ്ജിന്റെ സാന്നിധ്യത്തിൽ ജഡ്ജ് ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധി എന്താണെന്ന് ചോദിച്ചാൽ, സർവകലാശാലയ്ക്കകത്ത് വിദ്യാർത്ഥികൾക്ക് അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം ഇല്ലാതാക്കുന്നതിനും യൂണിവേഴ്സിറ്റിക്കകത്തെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുകയും ലക്ഷ്യമിട്ടുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾക്കകത്തും കോളേജുകൾക്കകത്തും SFIക്കാരൻ ഇടപെട്ടാൽ അവരെ പിന്നെ എക്സ്പെൽ ചെയ്യാനും റസ്റ്റിക്കേറ്റ് ചെയ്യാനുമുള്ള അധികാരം അധികാരികൾക്ക് ഉണ്ടായിരിക്കുമെന്നാണ് 2017 PB സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിധി വന്നിട്ടുള്ളത്. ആ വിധിക്കെതിരെ ഞാൻ കഴിഞ്ഞില്ല. ആ വിധിക്കെതിരെ ഇവര് പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ CN രാമചന്ദ്രൻ നായർ, വിനോദ് ചന്ദ്രന്റെയും ബെഞ്ച് ഈ വിധി സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഗവർണർ ഈ വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുകയും തന്നെ ചീത്ത വിളിക്കുകയും ചെയ്ത ഈ SFIയുടെ നേതാക്കന്മാർ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് വിവരങ്ങളും അവരുടെ വിഷ്വൽസ് എല്ലാം കൂടെ കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്ക് ഒരു കത്ത് കൊടുത്താൽ ഈ ഗവർണറെ അപകീർത്തിപ്പെടുത്തുകയും പിന്നെ ചീത്ത വിളിക്കുകയും ചെയ്ത എല്ലാ SFIക്കാരനും ഈ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കപ്പെടും. അങ്ങനെ ഒരു കത്ത് ഗവർണർ VC കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഗവർണറെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള SFIക്കാരനെ എല്ലാം പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് ഗവർണർക്ക് ഒരു കത്ത് കൊടുക്കുന്ന കാര്യവും സേവ് കേരള ഫോറത്തിന്റെ പിന്നെ പരിഗണനയിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വരെ പ്രകോപനപരമായി നിന്ന, ഞാൻ പറഞ്ഞ പോലെ ബില്ലീജറൻ്റായിട്ടും പ്രൊവോക്കേറ്റീവായിട്ടും അഗ്രസീവായിട്ടും നിന്ന SFIക്കാരൻ പൊടുന്നനെ വാലും ചുരുട്ടി ഈ തുണിയും പറിച്ച് ഓടുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കാണുന്നത്. ഇല്ല, ഇത് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ SFIക്കും CPMനും വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് ഭരണകൂടത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഗവർണറെ പിന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന മുഴുവൻ സംഭവങ്ങളും ദൃശ്യമാധ്യമങ്ങൾ ആദ്യാവസാനം അത് പകർത്തുകയായിരുന്നു. അവിടെ SFI എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ കണ്ടു. അവിടെ ഗവർണർ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങൾ കണ്ടു. SFIക്കാരന്റെ ഈ ക്രിമിനൽ പ്രവർത്തനവും ഈ ഗുണ്ടായുസവും ഈ വൃത്തികേടും ഈ ചെറ്റത്തരവും എല്ലാം മാധ്യമങ്ങളാണ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഗവർണറെ മിഠായി തെരുവിൽ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളും ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം കൂടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ CPMനെയും SFIയെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണറോടൊപ്പം മാധ്യമങ്ങൾ പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവരെ തടഞ്ഞത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇത് ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള വലിയ ഗൗരവമായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. കാരണം ഗവർണർ പോകുമ്പോഴത്തേക്ക് ഗവർണറുടെ പുറകെ പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാത്തരം മാധ്യമങ്ങൾക്കും ഉണ്ട്. ആ അവകാശം ഭരണഘടന അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഗവർണറുമായിട്ടുള്ള ഈ പോരിൽ ഭരണഘടന പോലും ലംഘിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞ ഭരണഘടനയിലെ ആശയാവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ് പോലും ലംഘിക്കാനുള്ള നഗ്നമായിട്ടുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. അത് ഗവൺമെന്റിനെയും CPMനെയും SFIയെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയതിന്റെ പുതിയൊരു അധ്യായം കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.